ചേച്ചി ആരുന്നില്ലേ? ഇല്ല മോനെ, ഓൻ ട്യൂഷന് പോയിനാ. എന്നാ ഈ ബുക്ക് ഒന്ന് കൊടുക്കണേ. ആ ശരി. അനു, അതേതാ ചെക്കേ? നിങ്ങൾക്ക് അറിഞ്ഞൂടാ? ഏത്? നിങ്ങൾ ഏട്ടന്റെ മോനല്ല അത്? രാജേട്ടല്ല. എല്ലാണ്ട് എന്താ വല്ലാത്ത സംഭവം തന്നെ. സ്വന്തം കുടുംബത്തിലെ കുട്ടികൾ അറിഞ്ഞൂടാന്ന് പറഞ്ഞാല് ഇന്നലെ ചെറിയ ബുക്കാരം കൊടുക്കുമ്പോ ചെക്കനാണ് തീരെ മനസ്സിലായി. ഞാൻ ഇവരോട് എന്നാ ചെയ്ത ആ ചെക്കൻ ഇവിടെ താമസിക്കുന്ന മോനെ എനിക്ക് കണ്ടിട്ടില്ല. നമ്മുടെ കുട്ടികളൊന്നും കണ്ടിട്ട് മനസ്സിലാകുന്നത് എന്താ സംഭവിച്ചത്? ബാംഗ്ലൂരിലും കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് പോകുന്നു. അതെ വേട്ടനെ വിളിപ്പിച്ചേ ഗ്രൂപ്പിലൊന്നും കാണുന്നില്ല. ഗ്രൂപ്പ് പറഞ്ഞ ബിസി അല്ല ഏട്ടാ. ഏത് സമയത്ത് രാത്രി 12 മണിയാവും വീട്ടിലെത്തണമെങ്കിൽ. കാരണം കണക്കും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ കാര്യങ്ങളൊക്കെ. അപ്പൊ അതിലിപ്പോ മറ്റാൾ ലീവിലാണ്. കംപ്ലീറ്റ് ഞാൻ തന്നെയാണ്. രവി, എടോ നീ ഇപ്പം ബാംഗ്ലൂർ തന്നെ സ്ഥിരതാമസാ? കണ്ടു കിട്ടുന്നില്ലല്ലോ. പൈസ ഉണ്ടാക്കുന്ന തിരക്കല്ലേ? പറഞ്ഞൊന്നും കാര്യമില്ല. പിന്നെ എന്താ നിങ്ങളെല്ലാം കൂടിയൊരു ഗൂഢാലോചന? എന്താ വളരെ പ്രയാസകരമായ അവസ്ഥ എന്ന് പറയുന്നത്, ഇന്നലെ രാജന്റെ മോൻ ഇവിടുത്തെ മുറ്റത്ത് വന്നിട്ട് രവിക്ക് മനസ്സിലായി. ഇത് രവിന്റെ പ്രശ്നം മാത്രമല്ല, എനക്കും നമ്മുടെ ബന്ധത്തിലുള്ള കുട്ടികൾ ആരാന്ന് ഇതുവരെ മനസ്സിലാകാത്ത. അത് ദിവാരം പറഞ്ഞ വളരെ കറക്റ്റായ കാര്യമാണ്. ഇന്നാളെ ഞാൻ ആ ബസ് പോകുന്ന നേരത്ത് നമ്മുടെ കുടുംബത്തിൽ നമ്മളെ ചോരക്കുട്ടി തന്നെ ബസ്സിനകത്ത് വെച്ച് കണ്ടിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. ആ കുഞ്ഞിന് എന്നെയും മനസ്സിലായിട്ടില്ല. മൂന്നാമതൊരാൾ പറയുമ്പോഴാണ് അത് നമ്മളെ രക്തം. എന്താ അത് മാത്രല്ല കുട്ടിയൊക്കെ നാളെ നമ്മളെവിടെയെങ്കിലും തലയിട്ട് വീണ് കഴിഞ്ഞാൽ എടുത്ത് ബുക്കുണ്ട കുട്ടികളായി. ആ കുട്ടിയൊക്കെ നമ്മൾ ആരാന്ന് അറിഞ്ഞൂടാ. സ്വന്തം വീട്ടുമുറ്റത്ത് വന്നിട്ട് നമ്മൾ സംശയിക്കാം ഇതാണ് ഇത് നമ്മളെ കുറ്റാന്ന്. നമ്മളെ കുറ്റം തന്നെയാണ്. നമ്മളെ കുറ്റ. ഒരു കുടുംബ സംഗമം അതൊരു നല്ലൊരു ഉദ്ദേശമാണ്. കാരണം നമ്മളെ ബന്ധങ്ങളെ പരസ്പരം കാണുക, അവരുമായിട്ട് ചർച്ച നടത്തുക, എല്ലാവരും വർഷത്തിലൊരിക്കൽ കൂടിച്ചേരുമ്പം അതിന്റെ ഒരു ഇമ്പമുണ്ട്. നല്ലൊരു അങ്ങനെയാണെങ്കിൽ അതിന് പിന്നെ വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു 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 ഒരുക്കങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. ഉറപ്പായിട്ടും അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് വെച്ചാൽ 100-400 ആളെ കാണില്ലേ കുടുംബത്തിലുണ്ടാവും. ഇതൊക്കെ ഗംഭീരമായിട്ടുള്ള പരിപാടി. അങ്ങനെയാണെങ്കിൽ ഒരു 400 ആളെ പരിപാടിയാണെങ്കിൽ അതിനുള്ള പക്ഷം ഏട്ടം ശരിയാക്കി ഞാൻ 400 എന്താ ഞാൻ അതൊന്നും കുഴപ്പമില്ല. എന്താ പക്ഷെ അതിനകത്ത് ചെറിയൊരു പ്രശ്നമാണ്. എന്താ അതിന്റെ സാമ്പത്തികം എനിക്ക് പറ്റുമായിരുന്നു, ഇല്ലാന്ന് പറയുന്നില്ല. ഇതൊക്കെ ഞാൻ ഏറ്റെടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ സോറി. പിന്നെ എന്തായിപ്പോ 2 ഏട്ടന്മാരും കൂടി അതിന്റെ ചെലവങ്ങ് വഹിക്കുക. ഞാനും ദിവാകരനും നമ്മളെ കുടുംബത്തിന് വേണ്ടിട്ടല്ലേ? അത് ശരി. രണ്ടാളും കൂടി വിചാരിച്ചാൽ നടക്കുന്ന പ്രശ്നമേ അത്രേ ഉള്ളൂ. പക്ഷേ എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. എന്റെ അത് ബ്ലോക്കായി. അതുകൊണ്ട് സാമ്പത്തികമായി ഒരു ഇടപാട് നടക്കുന്നില്ല. ഞാൻ അതുകൊണ്ട് അതിനെപ്പറ്റി അങ്ങനെ ചിന്തിക്കില്ല. സാമ്പത്തിക വലിയ പ്രശ്നമില്ല. അപ്പോ അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 ആൾക്കും കൂടി അങ്ങ് എടുത്താൽ എന്താ? നമുക്ക് എല്ലാവരും കൂടി കുറച്ച് പൈസ വാങ്ങിച്ചതിന്റെ ഒരു ഭാഗം നമ്മുടെ കുടുംബത്തിന്റെ ഏത് സമയത്താണ് നിങ്ങൾ നിശ്ചയിക്കുന്നത് എന്നുള്ളതും കൂടി അറിയണമെങ്കിൽ അതിപ്പോ നിശ്ചയിക്കാന്ന് പറഞ്ഞാൽ ഇതിപ്പം ചിങ്ങമാസം ഓണമൊക്കെ ആയിട്ട് നടക്കുന്നത്. പിന്നെ അടുത്തത് കന്നി, പിന്നെ തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം അങ്ങനെ പോകും.
നമുക്കൊരു കണിയാനെടുത്ത് പോയിട്ട് എന്ത് ഒന്ന് രാഹുലാക്കി ഒരു നല്ല ദിവസം ഈടോ ഇങ്ങൊക്കെ ഏത് നൂറ്റാണ്ടില്ല ജീവിക്കുന്നത് ഒന്നും വേണ്ട. നിങ്ങളെന്താ വെച്ചാൽ ഒരു ദിവസം ഫിക്സാക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് ഓണത്തിന് മുമ്പ് തന്നെ തീരുമാനിക്കാം. ഒരു ബാധ്യത ഒഴിവാക്കി ചെറുക്കന്മാർക്ക് ക്ഷണിക്കുകയും ചെയ്യാം. ഓ, ചായ. ഏട്ടന് വിത്തൗട്ടല്ലേ? അതെ. ഇപ്പൊ കൊണ്ടുവരാ. ഓ, ശരി. അപ്പം എന്താ നമ്മൾ പറഞ്ഞത് ഒഴിക്കണം. അപ്പൊ മൊത്തത്തിൽ നമ്മുടെ ഈ കുടുംബ സംഗമത്തിന്റെ കാര്യം ഓക്കെ. ഇനി വരുന്ന 4-ാം തീയതി നമ്മുടെ കുടുംബ സംഗമം നമ്മുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് തീരുമാനിച്ചു. എല്ലാരെയും നമ്മൾ വിളിക്കും. കുടുംബ സംഗമം തീരുമാനിച്ചു നിങ്ങളെ? നീ കേട്ടില്ല പറഞ്ഞ ദിവാരേട്ടൻ്റെ അമ്മായി എമ്മയെല്ലാം ഉണ്ടാവും. എല്ലാവരും ഓറുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവൂല. ഓർ കഴിഞ്ഞ മായന്റെ കല്യാണത്തിന് വന്നിട്ട് ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ ബാക്കിയില്ല. എല്ലാം ഉണ്ടാവും. ഇല്ല, ഓറുണ്ടെങ്കിൽ ഞാനും ഉണ്ടാവൂല. അത്ര തന്നെ. എനക്കാവൂല നമ്പാക്കി തന്നെ. ഇനിയെ കൊണ്ട് നോക്കിയാൽ എന്താണ് ഈ ഭാര്യയും ഭർത്താവും തമ്മിലൊരു കുശുകുശുപ്പ്? ദിവാകര എന്താണ് ഒന്നുമില്ല. എന്തോ ഒരു മുഖം ചിന്തതി എന്താ പറയണോ? എന്തെങ്കിലും പറ. അത് പറയണ തലായിരിക്കും. ഒന്നുമില്ല. ദിവാരന്റെ അമ്മ എങ്ങനെ എങ്ങനെ ദിവാരന്റെ അമ്മായിയമ്മ ഈ കൂടുതൽ ഓടുണ്ടാവില്ല സംഗമത്തിൽ. തമ്മിലെന്തോ ഒരു ഓടുകയാണെന്നുള്ള എന്തൊക്കെ പറഞ്ഞു. അങ്ങനെ ആടുന്നു ഇവിടുന്നും പറയുന്നത് വെച്ചിട്ട് ഒരു കുടുംബ സംഗമത്തിൽ ചെരുവില്ല എന്ന് പറയുന്ന ഒരു കാരണമല്ല. അതാ ഞാൻ ചോദിക്കുന്നത്. നമ്മളിവിടെ തീരുമാനിച്ച കുടുംബ സംഗമം. അപ്പൊ ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അവരോട് വെറുപ്പുണ്ട് ഇവരോട് വെറുപ്പുണ്ട് എന്ന് പറഞ്ഞ് വരാണ്ടെന്നാൽ എനക്കൊണ്ട് പറയും. എന്റെ പിന്നെ ഓണ വകയിലുള്ള ഒരു ചെക്കന്റെ കല്യാണത്തിന് അന്ന് വന്നിട്ട് ഇവൾ ആങ്ങളിയാണ് മിച്ചത്തെ ഛർദ്ദിച്ച് നാക്കി. ഈ നാട്ടിക്ക് മുമ്പ് 3 ദിവസം എന്റെ ബാംഗ്ലൂർ പോക്കിന്റെ കാര്യം തീരുമാനം. അല്ല, ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ രവി, ഒരു കാര്യം ചെയ്യട്ടെ. ഇത് നിങ്ങൾ കുടുംബ സംഗമം നടത്തുന്നത് അല്ലെങ്കിൽ എന്ത് തന്നെ എനിക്ക് വരുവാനാവില്ലെങ്കിൽ എന്റെ കുടുംബത്തിലുള്ളവർക്ക് പങ്കെടുത്തില്ല. അത് ശരി. എനിക്ക് എന്റെ ബാംഗ്ലൂർ പോക്ക് നടക്കണ്ടേ? സമയത്ത് ഏട്ടന്റെ അമ്മായി ഭാര്യന്റെ അമ്മ ഭാര്യന്റെ അമ്മ ഒന്ന് കാര്യം എനിക്ക് തൃപ്തിയായില്ലേ? എന്ത് ഒരു കുടുംബക്കാരി അല്ലെങ്കിൽ നിങ്ങളെല്ലാം ചേർന്ന പിന്നെ കുടുംബ സംഘമല്ല കുടുംബ സംഘടന തന്നെയാ.